ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, എ പേഷ്യന്റ് വിത്ത് സോറിയാസിസ് ഡെവലപ്സ് ജോയിന്റ് പെയിൻ, സ്റ്റിഫ്നെസ് ആൻഡ് സോസേജ് ഷേപ്ഡ് ഫിംഗേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഏതാണ്? നമുക്ക് റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ദെൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്, ഗൗട്ട് ഉണ്ട്. സി കറക്റ്റ് ആണ്, സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് നമുക്ക് ഏകദേശം 30% സോറിയാറ്റിക് പേഷ്യൻസിന് ഉണ്ടാവും. എന്തൊക്കെ വരും? ഡാക്ടിലൈറ്റിസ് എന്ന് പറയുന്നത് അതാണ് സോസേജ് ഷേപ്ഡ് എന്ന ഡിജിറ്റ്സ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. എസിമെട്രിക് ജോയിന്റ് ഇൻവോൾവ്മെന്റ് വരാം. ഓക്കെ, നെയിൽ പിറ്റിംഗ് വരാം. ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടർ സോറിയാറ്റിക് ആർത്തറൈറ്റിസിന്. സോ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം റുമാറ്റിക് ആർത്തറൈറ്റിസ്. സിമെട്രിക് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഓസ്റ്റിയോ ആർത്തറൈറ്റിസും റുമറ്റോഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സിമെട്രിക്കൽ പ്രസന്റേഷൻ ആണ്. ഇപ്പം ഒരു മുട്ടിൽ മാത്രമായിരിക്കില്ല റുമറ്റോഡ് ആർത്തറൈറ്റിസ്. രണ്ട് കാൽമുട്ടിലാണെങ്കിൽ രണ്ട് കാൽമുട്ടിലും അതേപോലെ സിമെട്രിക്കലി നമുക്ക് എന്താണ് അഫക്ട് ചെയ്യും. ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് പക്ഷെ അങ്ങനെയല്ല, ചിലപ്പോൾ ഒരു കാൽമുട്ടിലായിരിക്കാം മാത്രം. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ഓർ ലെഫ്റ്റ് മേ ബി. ഓക്കെ, ഇത് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് നാൾ നീണ്ടു നീണ്ടു വന്നിട്ട് ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ്. റുമറ്റോഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ടൈം എടുക്കും. അതായത് സോറി, പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരു ഷോർട്ട് ടൈം ടൈം പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നതാണ്. ഓക്കെ, a 45-year-old woman presents with a flaccid bullae and oral ulcers. Histopathology shows suprabasal acantholysis with a row of tombstones. Okay, appearance. Tombstones appearance. What is the most likely diagnosis? വൾഗാരിസ് ബി ആണ് കേട്ടോ. യു ഹാവ് 4 ഓപ്ഷൻസ് അല്ലേ? നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? ബുള്ളസ് പെംഫിഗോയിഡ് ഉണ്ട്, പെംഫിഗസ് വൾഗാരിസ് ഉണ്ട്, ഡെർമറ്റൈറ്റിസ് ഹെർപിറ്റിഫോമസ് ഉണ്ട്, സ്റ്റീഫൻ ജോൺസ് സിൻഡ്രോം ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ കറക്റ്റ് ആൻസർ പെംഫിഗസ് വൾഗാരിസ് ആണ്. കാരണം എന്താണ്? പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? ഫ്ലാസിഡ് ഇൻട്രാ എപ്പിഡെർമൽ ബ്ലിസ്റ്റേഴ്സ് കാണും, പിന്നെ പെയിൻഫുൾ ഓറൽ മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ് കാണും. ദെൻ ഏർലി ഫീച്ചേഴ്സ് ആണ് ഈ പെയിൻഫുൾ ഓറൽ മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏർലി ഫീച്ചേഴ്സ് ആണ്. ദെൻ സൂപ്രാ ബേസൽ അക്കന്തോലൈസിസ് എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് റോ ഓഫ് ടോം സ്റ്റോൺസ്. അതായത് ബേസൽ സെൽസ് റിമെയിൻ അറ്റാച്ച്ഡ് ടു ദി ബേസ്മെന്റ് മെമ്പറൈൻ. അതാണ് എന്ത് അപ്പിയറൻസ് ആയിട്ട് കാണുന്നത്? ഒരു റോ ഓഫ് ടോം സ്റ്റോൺസ് ആയിട്ട്. ഓക്കെ, ഒരു ബേസൽ മെമ്പറൈൻസ് എന്ത് ചെയ്യും? എവിടെയാണ് ബേസ്മെന്റ് മെമ്പറൈനിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ദാറ്റ് ക്ലിനിക്കൽ ഫീച്ചറാണ് നമ്മൾ എന്താണ് പറഞ്ഞത് അവിടെ? പേഷ്യന്റിന്റെ ഫീച്ചറിൽ റോ ഓഫ് ടോം സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഓർത്തോളണം, റോ ഓഫ് ടോം സ്റ്റോൺസ് എന്നുള്ള അപ്പിയറൻസ് ഓർത്തോളണം. ഓക്കെ, ദെൻ ബുള്ളസ് പെംഫിഗോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുള്ളസ് പെംഫിഗോഡ് അവിടെ എന്താണ്? സബ് എപ്പിഡെർമൽ ആണ് അല്ലെ? സബ് എപ്പിഡെർമൽ ടെൻസ് ബുള്ളയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഡെർമറ്റൈറ്റിസ് ഹെർപിറ്റിഫോമിസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു IgA ഡെപ്പോസിറ്റ്സ് കൊണ്ടുവരുന്നതാണ്, അസോസിയേറ്റഡ് വിത്ത് ഗ്ലൂട്ടൺ സെൻസിറ്റിവിറ്റി ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പെംഫിഗസ് വൾഗാരിസ് ആണ്. ഓക്കെ, ഹൗ ഈസ് എ മാൻഡോക്സ് ടെസ്റ്റ് റിസൾട്ട്സ് കറക്റ്റ്ലി ഇന്റർപ്രറ്റഡ്? ഓക്കെ, നോക്കാം. മാൻഡോക്സ് ആണ് ആൻസർ ബി. ഇറ്റ് ഇസ് റൈറ്റ് ആൻസർ. ഇൻട്രൂഷൻ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ മാൻഡോക്സ് എന്താണ്? ഇൻട്രൂഷൻ ആണ് നോക്കുന്നത്. ഇൻട്രൂഷന്റെ മെഷർ ഡയമീറ്റർ ആണ് നോക്കുന്നത്. ഓൺലി ഇൻഡറേഷൻ എന്ന് പറയുന്നത് റൈസ്ഡ് ആൻഡ് ഹാർഡൻഡ് ഏരിയ ആണ് അല്ലെ? ഇൻഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് എന്താണ് റൈസ് ചെയ്ത് ഹാർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മെഷർഡ് ഇൻ മില്ലിമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത് കേട്ടോ, മില്ലിമീറ്ററിലാണ്. റെഡ്നസ് എന്ന എർത്തീമ ഈസ് നോട്ട് കൺസിഡേർഡ്. നമ്മളിവിടെ ഞാൻ പറഞ്ഞതാണ് ഓപ്ഷനിൽ ഒരു എർത്തീമ ഉണ്ടോ നോക്കുമോ, അല്ലെങ്കിൽ ഇൻഡോറേഷൻ ഡയമീറ്റർ ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ആണോ നോക്കുന്നത്, വെസൈക്കൽ ഫോർമേഷൻ ആണോ? എർത്തീമ നമ്മൾ നോക്കത്തില്ല, എർത്തീമ അല്ല, ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ്. ആൻഡ് മറ്റ് സ്വെല്ലിങ്ങോ പെയിനോ അല്ല നോക്കുന്നത്, വെസിക്കൽ ഫോർമേഷൻ അല്ല, ഇൻഡോറേഷൻ ആണ്. ഇൻഡോറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് റൈസ് ചെയ്തിട്ട് ആൻഡ് ഹാർഡൻഡ് ഏരിയ ആണ് ഇൻഡോറേഷൻ എന്ന് പറയുന്നത്. ഇന്റർപ്രഷൻ ഡിപെൻഡ്സ് അപ്പോൺ ദി റിസ്ക് ഫാക്ടേഴ്സ് ആണ്. എങ്ങനെയാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 5 മില്ലിമീറ്റർ ഒക്കെ ആണെങ്കിൽ ഹൈ റിസ്ക് എന്ന് പറയാം ഇൻഡറേഷന്റെ സൈസ്. മോർ ദാൻ ഓർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണെങ്കിൽ മോഡറേറ്റ് റിസ്ക് എന്ന് പറയാം. ഓക്കെ, ദെൻ മോർ ദാൻ ഓർ ഈക്വൽ ടു 15 mm ആണെങ്കിൽ ലോ റിസ്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് 45-year-old വിമൻ പ്രസൻസ് വിത്ത് സീഷേഴ്സ്. ഓക്കെ, ഒരു സീഷർ ഉണ്ടായി. ദെൻ MRI ഷോസ് എന്നാണ് ഒരു വെൽ സർക്കംസ്ക്രൈബ്ഡ് എക്സ്ട്രാ ആക്സിയൽ മാസ് ഉണ്ട്.
വിത്ത് എ ഡ്യൂറൽ ടെയിൽ സൈൻ. ഡ്യൂറൽ ടെയിൽ സൈൻ, ആ സൈൻ ഓർത്തോളണം. വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഓക്കെ, ഒരു 45 ഇയറുള്ള പേഷ്യന്റിന് പെട്ടെന്ന് ഒരു സീഷർ വന്നു. MRI എടുത്തപ്പോഴത്തേക്ക് സർക്കംസ്ക്രൈബ്ഡ് എക്സ്ട്രാ ആക്സിയൽ മാസ് ഉണ്ട്. പിന്നെ എന്താണ്, ആ MRIയിൽ ഒരു ഡ്യൂറൽ ടെയിൽ സൈൻ കണ്ടു അല്ലെ. ആ സൈൻ എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഇത് ഡ്യൂറൽ ടെയിൽ സൈൻ എന്താണെന്ന് MRIയിൽ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്തിനെ ഡയഗ്നോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്ലയോബ്ലാസ്റ്റോമയാണോ, ആസ്ട്രോസൈറ്റോമയാണോ, മെനിഞ്ചോമയാണോ, ഒളിഗോഡെൻഡ്രോ ഗ്ലയോമയാണോ? ഓക്കെ, മെനിഞ്ചോമയാണ് പറഞ്ഞത് അല്ലേ. നോക്കാം. മെനിഞ്ചോമ കറക്റ്റ് ആൻസർ ആണ്, നമുക്കറിയാം. ഓക്കെ, മെനിഞ്ചോമ ഇറ്റ് ഈസ് എ എക്സ്ട്രാ ആക്സിയൽ വെൽ ഡിഫൈൻഡ് ആൻഡ് ഷോസ് ഡ്യൂറൽ ടെയിൽ സൈൻ ഓൺ MRI. MRIയിൽ ഡ്യൂറൽ ടെയിൽ സൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, MRI എടുക്കുമ്പോൾ ഡ്യൂറൽ ടെയിൽ സൈൻ, അത് എന്തിന്റെ സൈനാണ്? നമ്മുടെ മെനിഞ്ചോമയുടെ ആണ്. അപ്പൊ അത് ഓർത്തോളാം, ഡ്യൂറൽ ടെയിൽ സൈൻ. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ഡ്യൂറൽ ടെയിൽ സൈൻ ഇൻ MRI എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിൻ ട്യൂമറിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള എന്താണ്? മെനിഞ്ചോമയാണ്. മെനിഞ്ചോമയാണ് എന്ത് അപ്പിയറൻസ് ആണ്? ഡ്യൂറൽ ടെയിൽ സൈൻ. ഓക്കെ, കോമൺ മിഡിൽ ഏജ് വുമൻസിനാണ് കാണപ്പെടുന്നത്. അതർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ, ഒളിഗോഡെൻഡ്രോഗ്ലയോമ ഉണ്ടായിരുന്നു അല്ലെ. ഈ ഗ്ലയോബ്ലാസ്റ്റോമയിൽ എന്താണ്? അത് ഇൻട്രാ ആക്സിയൽ ആണ് അല്ലെ. ഇൻട്രാ ആക്സിയൽ. മെനിഞ്ചോമ എന്ന് പറയുന്നത് എക്സ്ട്രാ ആക്സിയലും വെൽ ഡിഫൈൻഡും ആണ്. ഗ്ലയോമ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാ ആക്സിയൽ അഗ്രസീവ് ആണ്. ഓക്കെ, ആൻഡ് ആസ്ട്രോസൈറ്റോമയിൽ എന്താണ്? ഡിഫ്യൂസ് ബ്രെയിൻ പാരങ്കൈമയാണ് കാണുന്നത്. ഡിഫ്യൂസ് ബ്രെയിൻ പാരങ്കൈമയാണ് MRIയിൽ കാണുന്നത്. ഒളിഗോഡെൻഡ്രോഗ്ലയോമയിൽ കാൽസിഫിക്കേഷൻസ് ആണ്, അതായത് ഫ്രൈഡ് എഗ് സെൽസ് എന്ന് പറയും കേട്ടോ. ഫ്രൈഡ് എഗ് സെൽസ് അപ്പിയറൻസ് ആണ്. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്തോളണം. എന്താണ്? ഇപ്പൊ ചിലപ്പോൾ എക്സാമിന് ഒളിഗോഡെൻഡ്രോഗ്ലയോമയിലുള്ള ഫീച്ചർ ആയിരിക്കും. ഓക്കെ, അതെന്താണ്? കാൽസിഫിക്കേഷൻ, ഫ്രൈഡ് എഗ് സെൽസ് എന്നുള്ള രീതിയിൽ. ഈ ക്ലാസിക് ഇമാജിംഗ് ക്ലൂ ആണ് ഡ്യൂറൽ ടെയിൽ എന്ന് പറയുന്നത്. ഡ്യൂറൽ ടെയിൽ എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താണ്? മെനിഞ്ചോമയാണ്. ഓക്കെ, മെനിഞ്ചോമ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Which drug class is commonly used as first line therapy in open angle glaucoma? ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഫസ്റ്റ് ലൈൻ തെറാപ്പി ആയിട്ട് നമ്മൾ ഏത് ഡ്രഗ് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്? ആന്റിബയോട്ടിക്സ് ആണോ? ഏത് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്? ആന്റിബയോട്ടിക്സ് ആണോ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണോ, ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആണോ, ആൻഡ് ആന്റി ഹിസ്റ്റാമിൻസ് ആണോ? സി, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് കറക്റ്റ് ആൻസർ ആണ്. സോ എക്സാമ്പിൾസ് വരും. ഓക്കെ, സോ എക്സാമ്പിൾസ് ആയിട്ട് എന്താണ് വരുന്നത്? നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ലാറ്റനോപ്രോസ്റ്റ് ആൻഡ് ട്രാവോപ്രോസ്റ്റ് എന്ന് പറയുന്നത്. സോ മെക്കാനിസംസ് എന്താണ്? അത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോക്കോമയിൽ നമ്മുടെ പ്രഷർ കൂടിയിരിക്കുകയാണ് അല്ലേ. ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നത്? ഈ ഉവ്യോസ് ക്ലിയറൽ ഔട്ട്ഫ്ലോ. ഓക്കെ, ഔട്ട്ഫ്ലോ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, ആ ഔട്ട്ഫ്ലോ കാരണം എന്താണ്? പ്രഷർ അതിനകത്ത് കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. ഔട്ട്ഫ്ലോ കുറച്ച് കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്താണ്? ഇൻട്രാ ഔക്കുലർ പ്രഷർ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ. ഓക്കെ,